നവാസ്, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എം പിയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ തൊട്ടു മുമ്പുണ്ടായിരുന്ന എം പിയുടെ വികസനത്തിൽ നിന്നൊരു മാറ്റമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്റെ ചോദ്യം ഇതാണ്. മലപ്പുറത്തിന്റെ വികസനം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉറപ്പാക്കാൻ സാധിക്കാത്തൊരു എം പിയെ പൊന്നാനിയിലേക്ക് പറഞ്ഞു വിടുകയും പൊന്നാനിയുടെ 5 വർഷത്തെ വികസനം ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു എം പിയെ മലപ്പുറത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്തതുകൊണ്ട് എന്തു മാറ്റമാണ് ഉണ്ടാവുന്നത് എന്നതാണ് ചോദ്യം. നവാസ്, ആദ്യമായി ഒരു നിരാശയോട് കൂടിയാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ പോലത്തെ ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യ മനസ്സുകൾക്ക് ഏക പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയെ തള്ളിക്കൊണ്ടാണ് CPM-ന്റെ പ്രതിനിധി ചർച്ച ആരംഭിക്കുന്നത്. ഇനി ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സീതാറാം യെച്ചൂരിയെ പ്രതീക്ഷിക്കണോ? പിണറായി വിജയനെ പ്രതീക്ഷിക്കണോ? ഇന്ത്യയിൽ ആകെ പ്രതീക്ഷിക്കാൻ ബാക്കിയുള്ളത് രാഹുൽ ഗാന്ധിയാണ്. ആ മനുഷ്യനെ നിരന്തരമായി വേട്ടയാടുമ്പോഴും ഈ തെരുവുകളിൽ അയാൾ ഒറ്റക്ക് നിന്ന് പൊരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണി സംവിധാനം ഉണ്ടാക്കി ഒരു ഭാഗത്ത് ഇന്ത്യ മുന്നണിക്ക് തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ കൂടെയുള്ളവർ പോലും ചെയ്യുമ്പോഴും അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുകയാണ്. ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. ആ ശ്രമം നടത്തുമ്പോഴും ആരാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ട് എന്ന മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അത് ഇന്ത്യ മുന്നണി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടാനുള്ള പണിയിലാണ്. അതിനിടയിൽ ആ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ജയിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധിയെ തള്ളി പറയുന്നത് എന്നത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുന്നു. 2 പെർഫോമൻസ് റിപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു. ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, ET മുഹമ്മദ് ബഷീറിൻ്റെ പെർഫോമൻസ് ആണോ? ഓരോരുത്തരുടെ പെർഫോമൻസ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ അബ്ദുസമദ് സമദാനിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് സമദാനി എത്ര വർഷം ഈ പാർലമെന്റിൽ ഉണ്ടായി, ഈ പറഞ്ഞ ET മുഹമ്മദ് ബഷീർ സാഹിബ് എത്ര സമയം ഉണ്ടായി, മറ്റ് MP മാർ എത്ര സമയം ഉണ്ടായി. നമുക്കറിയാം ഇടക്കാല തെരഞ്ഞെടുപ്പിലാണ് സമദാനി വരുന്നത്. അതിൻ്റെ ഒരു ആവറേജിന് വ്യത്യാസം ഉണ്ടാവും. എങ്കിൽ ഞാൻ പറയുന്നു, ഇവിടെ ആരിഫുണ്ട്, കേരളത്തിൽ നിന്നുള്ള ഏക MP ആണ് CPM-ന്റെ MP. എത്രയാ ശതമാനം? അഭിമാനത്തോടു കൂടി പറയട്ടെ, ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ET മുഹമ്മദ് ബഷീറിനേക്കാൾ 6% അറ്റൻഡൻസ് കുറവാണ് ഇദ്ദേഹത്തിന്. മാത്രമല്ല ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണമാണോ നിങ്ങൾ പരിശോധിക്ക്, നിങ്ങൾ ഡിബേറ്റുകളുടെ എണ്ണമാണോ? 113 ഡിബേറ്റിലാണ് ആകെ ഇദ്ദേഹം പങ്കെടുത്തത്. നിങ്ങൾ പ്രൈവറ്റ് ബില്ലിന്റെ കാര്യം പറഞ്ഞു. എത്ര പ്രൈവറ്റ് ബില്ല് ആരിഫ് അവതരിപ്പിച്ചത്? ഒരൊറ്റ പ്രൈവറ്റ് ബില്ല. പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചതിന്റെ മാനദണ്ഡത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ അഭിമാനത്തോടു കൂടി പറയുന്നു, മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ 5 പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് ET മുഹമ്മദ് ബഷീർ. അതുകൊണ്ട് പെർഫോമൻസ് ബേസിലാണോ നമ്മൾ തയ്യാറാണ്? ഇനി അതല്ല, അടുത്ത ഘട്ടത്തിലേക്ക് പോകണോ? ഞാൻ പറയുന്നത്, ഇനി പ്രിയപ്പെട്ട അബ്ദുസമദ് സമദാനിയുടേതാണെങ്കിൽ ആ ഘട്ടത്തിലേക്ക് വന്നാലും അദ്ദേഹത്തിന് പക്ഷേ ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ കുറവുണ്ട്. 5 വർഷം പൂർത്തിയാക്കാൻ അദ്ദേഹം സാധ്യമായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം 2021 തിരഞ്ഞെടുപ്പ്. അബ്ദുസമദ് സമദാനിയെ പോലെ ET മുഹമ്മദ് ബഷീറിനെ പോലെ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന കാലത്ത് ന്യൂനപക്ഷത്തിന്റെ കരുത്തുറ്റ കാവൽ സമൂഹങ്ങളായി പാർലമെന്റിൽ ഗർജിക്കേണ്ടവരാണ് അവർ. ഈ 99 ചോദ്യം ചോദിച്ചാൽ മതിയോ? ഒരൊറ്റ പ്രൈവറ്റ് ബില്ല് മാത്രം അവതരിപ്പിച്ചാൽ മതിയോ? അല്ലല്ലോ, 5 പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കപ്പെട്ടല്ലോ. ET ഞാൻ പറയട്ടെ, CPM-ന് 2 പ്രതിനിധികൾ വേറെ ഉണ്ടല്ലോ ഇന്ത്യയുടെ പാർലമെന്റിൽ. എന്താ 2 പ്രതിനിധികൾ? ഒന്ന് ബഡ്ജറ്റിന്റെ ഞാൻ പറയാം രാജ്യസഭ വിട്ട് പാർലമെന്റിൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് CPM-ന്റെ പ്രതിനിധി 2 പേരുണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് 2 പേരുണ്ടല്ലോ. എത്ര പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചത്? പരിശോധിച്ച് പറയട്ടെ, 0. 2 പേരും 0. നവാസ് ഗനിയുടെ കണക്കും വ്യത്യസ്തമല്ല. രാമനാഥപുരത്ത് നവാസ് ഗനിയും എത്ര കണക്ക്? നവാസ് ഗനി 2 ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്ക്. എത്ര വർഷമായി? ഞാൻ പറയുന്നത് CPM-ന്റെ പ്രതിനിധിയായി സംസാരിക്കുന്നയാൾ പ്രൈവറ്റ് ബില്ലാണ് മാനദണ്ഡം വെക്കുന്നതെങ്കിൽ ഞങ്ങൾ മത്സരിപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ 3 പേരും CPM-ന്റെ 3 പേരും യോഗ്യരാണ്. CPM 2 പേർ അയോഗ്യരാണ്, 0 എങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കണക്ക് പ്രകാരം അയോഗ്യരാണ് എന്ന് മാനദണ്ഡം. അപ്പൊ ശരി, പാർലമെന്റിലെ പ്രകടനത്തിനും അപ്പുറം നാട്ടിൽ എവിടെ കാണാനുണ്ടായിരുന്നു MP എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ ചോദ്യം. ഞങ്ങൾ ആ ഡിബേറ്റിന് തയ്യാറാണ്. ഓരോ മേഖലയും എടുത്ത് പരിശോധിക്കാം. ഓരോ മേഖലയും ഫണ്ട് ചെലവഴിക്കുന്നതാണോ നിങ്ങൾ പരിശോധിക്ക്. തൊട്ടപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ട് ഉണ്ട്. എയർപോർട്ടുമായി ബന്ധപ്പെട്ട് MP-യുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഫണ്ട് വെക്കുക മാത്രമല്ല, നേരിട്ട് നടത്തിയ സമരങ്ങളുടെ എണ്ണം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. കൊണ്ടോട്ടിയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് തൊട്ടപ്പുറത്ത്. ഈ മലപ്പുറം പാർലമെന്റിനകത്ത് 4 റെയിൽവേ സ്റ്റേഷനുകളാണ് കാര്യമായിട്ടുള്ളത്. 4 റെയിൽവേ സ്റ്റേഷന്റെയും പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തനങ്ങൾ അല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് നിങ്ങൾ റിപ്പോർട്ട് ചാനൽ ആളുകൾ പോയാൽ അവിടെ വർക്ക് നടന്നുകൊടുക്കുന്നു. റോഡിന്റെ വർക്ക് നടക്കുന്നു, മേൽക്കൂരയുടെ വർക്ക് നടക്കുന്നു. മാത്രമല്ല ട്രെയിനുകൾ നിലവിലുണ്ടായിരുന്ന രാജധാനി ട്രെയിനിന് അഡീഷണൽ ആയി ബോഗികളുടെ എണ്ണം കൂട്ടുന്നു. എല്ലാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി പ്രതിപക്ഷത്തിരിക്കുന്ന MP എന്ന രീതിയിൽ പരിധിയും പരിമിതിയും ഉണ്ടാവും. അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ അത് ആരിഫിനും വ്യത്യസ്തമല്ല. അദ്ദേഹത്തിന്റെ പെർഫോമൻസിലൊക്കെ കുറവുണ്ടാവും. പക്ഷേ ഞങ്ങൾ അവൈലബിൾ ആയ സാഹചര്യത്തിനകത്ത് നിന്ന് അമൃത് ഭാരത് പദ്ധതിയിലൂടെ ആ പറയുന്ന റെയിൽവേ സ്റ്റേഷനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. മറ്റൊന്ന് തൊട്ടപ്പുറത്തുള്ളത് വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനാണ്. വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പ്ലാറ്റ്ഫോമിന്റെ ഉയർത്തൽ പ്രവർത്തനം കഴിഞ്ഞ മാസമാണ് പൂർത്തീകരിച്ചത്. അങ്ങനെ അവിടെ വരുന്ന ട്രെയിനുകളുടെ എണ്ണം പുതുതായി 4 ട്രെയിനുകൾ ഇദ്ദേഹത്തിന്റെ കാലയളവിൽ ശരി. അപ്പൊ 2 കാര്യങ്ങളിലും, ഒന്ന് പാർലമെന്റിനുള്ളിലും പാർലമെന്റിന്റെ പുറത്തും എബോവ് ആവറേജ് പെർഫോമൻസ് ലീഗിലെ MP മാർ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നതാണ് നവാസിന്റെ വാദം. തീർച്ചയായും.